ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവ് യേശു മിശിഹായുടെ പീഡാസനങ്ങളെ ധ്യാനിക്കുവാൻ സെയിൻസിസ് മീഡിയ നമുക്ക് നല്ലൊരു അവസരം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ദൈവാത്മ ബോധത്തിൽ ജീവിക്കാൻ ശ്രമിക്കാം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം അളന്നറിയുന്ന ഒരവസരമായി ഈ വചനം നിന്നെ സഹായിക്കട്ടെ. ദൈവം നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് നീ ഇപ്പോൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെന്ന്, നിന്റെ ജീവിതത്തെ നയിക്കുന്നുണ്ടെന്നുള്ള ബോധ്യമാണ് ഈ ജീവിതത്തിൽ ഇന്നേ ദിവസം നിന്നെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത്. കാരണം നീ ഇറങ്ങിപ്പോകുന്ന പാന്താവ് അതീവ സംഘർഷങ്ങൾ നിറഞ്ഞതാണ്, പ്രതികൂല സാഹചര്യങ്ങൾ നിറഞ്ഞതാണ്. പൈശാചിക നാരകീയ ശക്തികളുടെ വലിയ സ്വാധീന വലയത്തിലൂടെയാണ് നീ നടന്നു പോവുക. എന്നിരുന്നാലും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം നിനക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് നീ ജീവിക്കുന്നതെന്നുള്ള ബോധ്യത്തിലൂടെയാണ്. കർത്താവ് യേശുമിശിഹായ്ക്ക് ഉണ്ടായിരുന്ന ബോധ്യമാണ് എല്ലാ പ്രലോഭനങ്ങളെയും നിസ്സാരമായി തള്ളിക്കളയുവാൻ ഈശോയ്ക്ക് സാധിച്ചത്. പ്രലോഭൻ വളരെ ബുദ്ധിപരമായിട്ടാണ്, വളരെ യുക്തിപരമായിട്ടാണ് ഇടപെടുന്നത്. പക്ഷെ അതിലൊന്നും വീഴാൻ ഈശോ വഴിയൊരുക്കി കൊടുക്കുന്നില്ല. കാരണം ആത്മാവിനാൽ നിറഞ്ഞാണ് മരുഭൂമിയിലേക്ക് പോയത്. പൈശാചിക ശക്തികൾ തനിക്കെതിരെ ഉണ്ടാകുമെന്നും തന്നെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുമെന്നുള്ള ബോധ്യം കർത്താവ് യേശു മിശിഹായ്ക്ക് ഉണ്ടായിരുന്നു. ആ ബോധ്യമാണ് തന്നെ ശത്രുവിനെ ദൂരെ വെച്ച് തന്നെ തകർത്ത് കളയാൻ തക്ക വിധമുള്ള ആത്മബലം ലഭിക്കുന്നത്. അതുകൊണ്ടല്ല 27-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുക: എനിക്ക് ശത്രുക്കളുടെ നിര മുന്നിലുള്ളത് കൊണ്ട് എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ എന്ന് സങ്കീർത്തകൻ നമ്മെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കർത്താവ് യേശു മിശിഹാ കണ്ടത്. തനിക്കെതിരെ വരുന്ന ശത്രുക്കളെ, പൈശാചികമായ നിമിഷങ്ങളെ, നാരകീയമായ ബന്ധനങ്ങളെ നേരിടാനുള്ള ആത്മബലം അഭിഷേകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ലഭിക്കുക. ഇത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് ലഭിക്കണം. ഈ ധ്യാന അവസരം കർത്താവ് യേശു മിശിഹായുടെ പീഡാസനങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുക. ഈ പീഡാസനങ്ങൾ നിസ്സാരമല്ല, അതീവ വേദനാജനകമായിരുന്നു, കഠോരമായിരുന്നു. പക്ഷെ അതിനെയൊക്കെ കർത്താവ് യേശു മിശിഹാ വളരെ മനോഹരമായിട്ട് ഭേദിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഭേദിക്കാൻ ശക്തി ലഭിച്ചത് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ഈ ആത്മാഭിഷേകത്തിൻ്റെ ബലമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസം നിന്നെ സഹായിക്കേണ്ടത്. നീ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാണെന്നും മാമോദീസായിലൂടെ ലഭിച്ച ആത്മീയ ചൈതന്യം നിന്നിൽ നിറഞ്ഞു നിൽപ്പുണ്ടെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകട്ടെ. അതുകൊണ്ട് നിന്നെ ഒരു ശത്രുവിനും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല, ഒരു പൈശാചിക ബന്ധനത്തിനും നിന്നെ തകർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ ഉറച്ച് വിശ്വസിക്കുക, കർത്താവിൻ്റെ പീഡാസഹനം എനിക്ക് ബലമാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചവനാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്തവനാണ്. അതുകൊണ്ട് കർത്താവ് എനിക്ക് ശക്തി നൽകും. കർത്താവിൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് നിൻ്റെ കൂടെയുള്ളതിനാൽ എനിക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. ഇപ്രകാരം ദൈവം ഈ പീഡാസഹനത്തിൽ മക്കളെ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കാൻ അവൻ്റെ പീഡാസനങ്ങൾ മതിയായവയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ നിറയുന്ന നിമിഷങ്ങളായി ഇത് മാറട്ടെ. ആമേൻ.